തീർച്ചയായും. അതായത് 102 സീറ്റുകളിൽ ഒന്നാം ഘട്ടം, അതായത് ഏപ്രിൽ 19 ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 102 മണ്ഡലങ്ങളിലാണ്. അതിൽ ഇന്ത്യ സഖ്യം 65 സീറ്റ് നേടുന്നു. ഇന്ത്യ സഖ്യം 65 സീറ്റ് നേടുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായത് തമിഴ്നാട് തന്നെയാണ്. കാരണം അതിൽ 39, പുതുച്ചേരിയിൽ ഒരു സീറ്റ് അടക്കം 40 സീറ്റ്. ബാക്കി 25 സീറ്റുകൾ പ്രധാനമായും ഇന്ത്യ സഖ്യം ഒന്ന് നേടിയിട്ടുള്ള മഹാരാഷ്ട്രയിലാണ്. ഈ നീല നിറത്തിൽ കാണുന്നത് മഹാരാഷ്ട്രയുടെ മറാത്വാദ മേഖല, വിദർഭ മേഖല. അതായത് വിദർഭ മേഖല ഏതാണ്ട് തൂത്തുവാരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ആ വോട്ടെടുപ്പ് നടന്ന മേഖലകളിലൊക്കെ വലിയ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം വടക്കുകിഴക്കൻ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിൽ ഈ പറയുന്ന മേഖല ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ചുവപ്പ് നിറത്തിൽ കാണുന്നത് സിക്കറിൽ CPM വിജയിച്ച മണ്ഡലം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ 65 സീറ്റ് അവിടെ നേടിയിരിക്കുന്നു. NDA 33 സീറ്റാണ് നേടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണയുമായി താരതമ്യം ചെയ്യുമ്പോൾ NDAക്ക് അവിടെ വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട്. 14 സീറ്റിന്റെ കുറവുണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർ 4 സീറ്റ് നേടിയിട്ടുണ്ട്. ഇതാണ് ഒന്നാം ഘട്ടത്തിലെ നിലവിലെ കണക്ക്. അതാണ് അടുത്ത ഘട്ടത്തിലേക്ക് അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ആ കുറവാണ്. നമുക്ക് 2 ഘട്ടങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ വരാൻ തോന്നിയത്. ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി മത്സരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അത്ര വാക്കുകളാണ് പ്രധാനം. എപ്പോഴും ഒരു നേതാവ് ഞങ്ങൾ 400 കടക്കുമെന്ന് പറയുമ്പോൾ അവർ 300എങ്കിലും കാണാതെ 400 പറയുമോ എന്നൊരു തോന്നൽ സാധാരണഗതിയിൽ ഉണ്ടാവും. പക്ഷേ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ മോദിയെ പ്രതിപക്ഷത്തേക്ക് ഇരുത്തുമെന്നൊക്കെ പറയാൻ വേണ്ടി 2ഓ 3ഓ ഘട്ടങ്ങൾ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 4ാമത്തെ ഘട്ടത്തിലൊക്കെയാണ് തോന്നുന്നത് അത്ര ഒരു ആവേശപൂർവ്വം പക്ഷേ ആദ്യത്തെ ആ ഘട്ടങ്ങളിൽ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാനുള്ള ഒരു ഫാക്ടർ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നു. കാരണം പലയിടത്തും ഇന്ത്യ സഖ്യത്തിന് ലീഡ് വരുന്നുണ്ട്. നേരത്തെ ഉള്ളത് ഇപ്പോൾ ഈ 2ാം ഘട്ടത്തിലും ആ ഫിഗർ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ്. 2ാം ഘട്ടത്തിൽ സീറ്റുകളുടെ എണ്ണത്തിൽ NDAക്ക് അനുകൂലമാണ്. പക്ഷെ അവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. കാരണം 88 സീറ്റിൽ 53 സീറ്റുകളും NDA നേടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ 9 സീറ്റുകളുടെ കുറവ് സംഭവിച്ചു. ഇന്ത്യ സഖ്യം 34 സീറ്റിലാണ് വിജയിച്ചത്. പക്ഷേ 10 സീറ്റ് അധികമായി കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇന്ത്യ സഖ്യം നേടുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് ആ ഘട്ടത്തിൽ വിധി എഴുതിയിട്ടുള്ളത്. ഒപ്പം കർണാടകത്തിന്റെ 14 മണ്ഡലങ്ങൾ, മൈസൂർ ഉൾപ്പെടുന്ന തെക്കൻ കർണാടക ഉൾപ്പെടുന്ന മേഖലകളാണ് അന്ന് വിധി എഴുതിയിട്ടുള്ളത്. അതിൽ നമുക്ക് പ്രകടമായി കാണാം BJP JDSന് 2 സീറ്റുണ്ട്, കോൺഗ്രസിന് അവിടെ 2 സീറ്റുണ്ട്. ബാക്കിയെല്ലാം BJP, പ്രത്യേകിച്ച് ബംഗളൂരുവിന്റെ നഗരമേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ BJP ഇത്തവണയും വലിയ മുന്നേറ്റം നടത്തി. അവിടെ ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ BJP ഇത്തവണ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഈ കാണുന്ന കാവി നിറത്തിലുള്ള മേഖല. ഒപ്പം മഹാരാഷ്ട്രയുടെ തന്നെ മറ്റു മേഖലകളിലേക്ക് വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട്. അവിടെയും വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം തന്നെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മറാത്വാദ മേഖലയിലടക്കം വോട്ടെടുപ്പ് കടന്നിരിക്കുന്നു. BJP മുന്നേറ്റം ഉണ്ടാക്കിയതായി കാണുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ BJP ഏതാണ്ട് പരമാവധി സീറ്റുകൾ, അവിടെ ഭൂരിഭാഗം സീറ്റുകൾ ആ ഘട്ടത്തിൽ BJP പിടിച്ചെടുക്കുന്നതാണ് കാണുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴും നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോഴും അവിടെ BJPയുടെ തന്നെ ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അതാണ് സീറ്റ് നിലയിൽ പ്രകടമായി കാണുന്നത്. 53 സീറ്റ് NDA ലീഡ് വിജയിച്ചിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് അവിടെ 34 സീറ്റ്. ഉത്തർപ്രദേശിൽ 2ാം ഘട്ടത്തിലൊക്കെ BJPയുടെ ഒരു മേൽക്കൈ തന്നെയാണ് അല്ലേ 2ാം ഘട്ടത്തിൽ? അതെ, അതും പടിഞ്ഞാറൻ UPയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിൽ തന്നെയാണ്. പക്ഷെ അവിടെ BJPയാണ് പ്രധാനമായും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഫാക്ടർ മാറുകയാണ്. 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി മേൽക്കൈ കിട്ടുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ NDA? 3ാം ഘട്ടം കൂടി നമുക്ക് ഏതായാലും പരിശോധിക്കാം. 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ NDAക്ക് ആധിപത്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു എന്നാണ്. ഗുജറാത്ത് ഏതാണ്ട് ഈ കാണുന്ന പ്രകാരമാണെങ്കിൽ ഗുജറാത്തിൽ ഒരു NDAയുടെ തേരോട്ടം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചല്ല. അവിടെ ഇത്തവണ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഭൂരിഭാഗം സീറ്റുകളിലും അവിടെ വിജയിക്കുന്നു. മധ്യപ്രദേശ് ഇത്തവണ ക്ലീൻ സ്വീപ്പ് നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോയെങ്കിൽ ക്ലീൻ സ്വീപ്പ്, അതും നമുക്ക് ഇതിൽ കാണാം. പക്ഷേ UPയിലേക്ക് വരുമ്പോൾ അവിടെ സമാജ്വാദി പാർട്ടി 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ സീറ്റുകൾ സമാജ്വാദി പാർട്ടിയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും സമാനമായ രീതിയിൽ മധ്യപ്രദേശ് പോലെ തന്നെ ഇത്തവണ മുൻപ് വർഷങ്ങളിലേതുപോലെ BJPക്കൊപ്പം നിന്നു. അവിടെ ഒരു സീറ്റിലാണ് കോൺഗ്രസ് ഉള്ളത്. ബാക്കി വോട്ടെടുപ്പ് നടന്ന മുഴുവൻ സീറ്റുകളിലും BJP വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 3ാം ഘട്ടത്തിലെ കണക്കുകൾ. 3ാം ഘട്ടത്തിലും പക്ഷേ NDAക്ക് മൊത്തത്തിൽ സീറ്റ് നഷ്ടമാണ്. 14 സീറ്റുകളുടെ കുറവുണ്ട്. ഇന്ത്യ സഖ്യത്തിന് അവിടെ 14 സീറ്റ് കൂടുകയും ചെയ്തു. പിന്നീടാണ് ഈ ഒറീസ പോലുള്ള സംസ്ഥാനങ്ങൾ BJPക്ക് വരുന്നത്. അവിടെ ഒരു വലിയ വിജയം നേടാൻ BJPക്ക് കഴിഞ്ഞു എന്നത് ഇത്തവണ അവരൊരു വലിയ കാര്യമായി എടുത്തു പറയുന്നുണ്ട് കേട്ടോ. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒറീസയെ സംബന്ധിച്ചാണ് ആലോചിക്കേണ്ടത്. ഒറീസ
ഏകദേശം 1/4 നൂറ്റാണ്ട് കാലത്തോളം ഒറീസ ഭരിച്ചുകൊണ്ടിരുന്ന നവീൻ നവീൻ പട്നായിക്കിന്റെ കഥ പട്നായിക്കിനെ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം അദ്ദേഹത്തിന് ഒറിയ ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയില്ല. അല്ല, അത് വി.കെ. പാണ്ഡ്യനെ ഉദ്ദേശിച്ചു പറഞ്ഞതാണ്. ഏറ്റവും അല്ലെങ്കിൽ കൂടുതൽ പാണ്ഡ്യൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദീർഘകാല മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന റെക്കോർഡിലേക്ക് പോകാൻ കാലെടുത്ത് വെക്കുമ്പോഴാണ് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം ബാക്കി നിൽക്കുകയാണ്. അധികാരം പ്രത്യേകിച്ച് ആലോചിക്കണം, അദ്ദേഹം അവിടെ ഒറീസയിൽ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണശേഷം വരികയും മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത്ര പോലും ഭാഷ സംസാരിക്കാൻ അറിയില്ലായിരുന്നു. പുറത്താണ് പഠിച്ചതെല്ലാം. ആ ആൾ 25 പോലെ ഇന്ത്യയിലെ തന്നെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പൊതുവെ നവീൻ പട്നായിക്കിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും ഉദ്യോഗസ്ഥരെ എങ്ങനെ ചലിപ്പിക്കണം, ഉദ്യോഗ സംവിധാനം എങ്ങനെ ചലിപ്പിക്കണം എന്ന് വളരെ 1, 2, 3, 4 എന്ന് എഴുതി അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ ആയിരുന്നു. അത്രത്തോളം ഒറീസയുടെ മുഖം മാറ്റി. അതുകൊണ്ട് തന്നെയാണ് 25 വർഷം ഈ അവസാന നിമിഷം ഇത്തരം ഒരു പ്രചരണം വേണ്ടി വന്നു അദ്ദേഹത്തെ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായം ഇപ്പോൾ തളർത്തുന്ന രീതിയിലൊക്കെ ആയിരുന്നു. കയ്യിലെ പാർക്കിൻസൺസ് ഒക്കെ ബാധിച്ച് അദ്ദേഹത്തിന് വിറയലുണ്ടാവുകയും പാണ്ഡ്യൻ തന്നെ പിടിച്ചു മാറ്റി വെക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ BJP തന്നെ എടുത്ത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇനി ഒരു തമിഴ്നാട്ടുകാരനായ പാണ്ഡ്യനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, BJD ജയിപ്പിച്ചാൽ ആ പ്രചരണങ്ങൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തുടർച്ചയായി യാതൊരു സങ്കോചവുമില്ലാതെ അല്ലെങ്കിൽ എതിരാളികളില്ലാത്ത തരത്തിൽ ഈ 1/4 നൂറ്റാണ്ട് കാലത്തോളം ഭരിച്ച നവീൻ പട്നായിക് എന്ന ഒരു നേതാവ് ഈ അവസാന ഘട്ടത്തിൽ വീണുപോകുന്നു. ഈ 4ാം ഘട്ടമാകുമ്പോഴേക്കും പക്ഷേ കുറെ കൂടി ഇന്ത്യ മുന്നണി വീണ്ടും കരുത്താർജിക്കുന്നതിന്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നല്ലേ. 4ാം ഘട്ടത്തിൽ NDA സീറ്റ് കൂട്ടുകയാണ് ചെയ്തത്. കാരണം 4ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ 96 സീറ്റ്, NDA 61 സീറ്റുകളിൽ വിജയിക്കുന്നു. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചത് 12 സീറ്റുകളുടെ വർധനവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ആന്ധ്രാപ്രദേശിൽ TDPയുമായി വീണ്ടും സഖ്യമുണ്ടാക്കിയത് BJPക്ക് ഗുണം ചെയ്തു. ഒരുപക്ഷെ ഈ അധികാരം നിലനിർത്താൻ കഴിഞ്ഞത് പോലും ആ സഖ്യമാണ്. ഇതാ ഈ ഭൂപടത്തിൽ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ക്ലീൻ സ്വീപ്പ് TDP, BJP, ജനസേന പാർട്ടി സഖ്യം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സഖ്യം തന്നെയാണ് ഇതിനകത്ത് നിർണായകമാകുന്നത്. ഒപ്പം ഒഡീഷയുടെ ആന്ധ്രയോട് ചേർന്ന് കിടക്കുന്ന ഒഡീഷയിലെ മണ്ഡലങ്ങളിലും BJP വിജയിക്കുന്നതാണ് കാണുന്നത്. അവിടെ ആ മണ്ഡലങ്ങളൊന്നും തന്നെ ആ വോട്ടെടുപ്പ് നടന്ന ആ ഘട്ടത്തിൽ ബിജു ജനതാദൾ വിജയിച്ചിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യ സഖ്യം ഒരു സീറ്റിൽ അവിടെ വിജയിച്ചിട്ടുണ്ട്. ബാക്കി മുഴുവൻ സീറ്റുകളിലും വിജയിച്ചേക്കുന്നത് NDA ആണ്. മധ്യപ്രദേശിൽ വരുമ്പോൾ മുഴുവൻ സീറ്റിലും ആ ഘട്ടത്തിൽ BJP തന്നെ വിജയിക്കുന്നു. പക്ഷേ മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. വെസ്റ്റേൺ മഹാരാഷ്ട്ര അടക്കമുള്ള മേഖലകളിലാണ് ആ വോട്ടെടുപ്പ് നടക്കുന്ന ആ ഭൂപടം കാണിക്കുന്നത്. അതിൽ BJPക്ക് സീറ്റുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവിടെ ഇന്ത്യ സഖ്യം നേടുകയും ചെയ്തിട്ടുണ്ട്. UPയിലേക്ക് വീണ്ടും വരുമ്പോൾ UPയിൽ ആ ഘട്ടത്തിൽ സമാജ്വാദി പാർട്ടിയേക്കാൾ സീറ്റ് കൂടുതലായി BJP നേടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഫാക്ടറാണ് അവിടെ പ്രകടമായി കാണുന്നത്. 12 സീറ്റുകളുടെ വർധന 4ാം ഘട്ടത്തിൽ ഏതായാലും BJP 2019 അപേക്ഷിച്ച് നടത്തിയിരിക്കുന്നു. ഇന്ത്യ ചെറിയ പാർട്ടികൾ വല്ലാതെ പുറകോട്ട് പോയതായി നമുക്ക് കാണാൻ കഴിയും. 30 സീറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് ഈ പ്രധാനമായും ആന്ധ്രാപ്രദേശിൽ YSRCPയുടെ കയ്യിലിരുന്ന പാർട്ടിയാണ്. 22 സീറ്റ് കഴിഞ്ഞ തവണ YSRCPയുടെ പാർട്ടി. അവിടെ നിന്ന് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നടത്തിയ ബീഹാർ അല്ലാതെ നടത്തിയ BJP നടത്തിയ ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ അത്തരം ഒരു തന്ത്രപരമായ നീക്കം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ ഒരു ചിത്രം മാറാൻ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിൽ അത്ര ജനപ്രിയനൊന്നും അല്ലാതെ നിന്ന ഒരാളാണ് ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡുവിനെ കൃത്യമായി തന്നെ BJPയുടെ ഒരു സഹായം ലഭിക്കുന്നു. BJPയും ചന്ദ്രബാബു നായിഡു ഒരുമിച്ചിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ പവൻ കല്യാണിന്റെ പാർട്ടിയും കൂടി ജനസേന പാർട്ടിയെ കൂടി പവൻ കല്യാൺ ആളെ കൂട്ടാൻ കഴിയുന്ന വലിയ നടനാണ്. ആ തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും അത് ഏറ്റവും ഫലപ്രദമായി വർക്ക് ചെയ്യാനും അവിടെ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താനും അല്ലെങ്കിൽ YSRCP ഈ തരത്തിൽ പരാജയം പക്ഷെ ഒരിക്കൽ YSRCP പോലും പ്രതീക്ഷിച്ചല്ല. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിരിക്കും ആ സഖ്യ നീക്കത്തിനാണ് ഏറ്റവും സഹായമായത്. പക്ഷേ നമ്മൾ ഈ ഫേസ് 5 ആകുമ്പോഴേക്കും BJPയുടെ ഒരു വലിയ നഷ്ടം നമുക്ക് കാണാം. NDA 16 സീറ്റാണ് 5ാം ഘട്ടത്തിലാകുമ്പോഴേക്കും അവർക്ക് നഷ്ടമാകുന്നത്. അതെ, ഇന്ത്യ മുന്നണി വീണ്ടും കരുത്ത് കാട്ടുന്നതാണ് 5ാം ഘട്ടത്തിൽ കാണുന്നത്. 49 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും കുറവ് സീറ്റുകൾ വോട്ടെടുപ്പ് നടന്ന ആ ഘട്ടമായിരുന്നു. അതിൽ തന്നെ 49-ൽ 24 സീറ്റും ഇന്ത്യ സഖ്യമാണ് വിജയിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 16 സീറ്റുകളുടെ വർധനവ്. ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഒറ്റ സീറ്റ് മാത്രമാണ് അവിടെ NDAക്ക് ലഭിക്കുന്നത്. ബാക്കി എല്ലാ സീറ്റുകളിലും ഇന്ത്യ സഖ്യം വിജയിക്കുന്നു. UPയിലേക്ക് പോകുമ്പോൾ വീണ്ടും സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം കരുത്ത് കാട്ടുന്നു. പ്രത്യേകിച്ച് ഈ കാണുന്നത് അമേഠി തിരിച്ചുപിടിക്കുന്നു, റായ്ബറേലി, ഒപ്പം തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളൊക്കെ കോൺഗ്രസും വിജയിക്കുന്നു. കൂടുതൽ സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി വിജയിക്കുന്നു. BJP ആ ഘട്ടത്തിൽ 3-4 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് UPയെ സംബന്ധിച്ച് കാണുന്നത്. വീണ്ടും ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും UPയിലാണ് 5ാം ഘട്ടത്തിൽ അല്ലേ BJPക്ക്. 5ാം ഘട്ടത്തിൽ പ്രധാനമായും UPയിലാണ് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതായത് ആ സീറ്റുകളിൽ ഭൂരിഭാഗവും
സഖ്യം ഇന്ത്യ സഖ്യം നേടുന്നു എന്നാണ് സാഹചര്യം. കോൺഗ്രസ് നേടിയിരിക്കുന്ന 6 സീറ്റുകളിൽ 3 സീറ്റുകളും ഈ 5ാം ഘട്ടത്തിലാണ്. അതായത് അമേഠി, റായ്ബറേലി അതിനോടുകൂടി ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളൊക്കെ കോൺഗ്രസും വിജയിക്കുന്നതാണ് 5ാം ഘട്ടത്തിൽ കാണുന്നത്. എനിക്ക് തോന്നി ഈ 4-5ാം ഘട്ടത്തിൽ എത്തുമ്പോഴാണല്ലോ ഈ ഇന്ത്യ മുന്നണിക്കാർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും അവർ ആ തരത്തിലേക്കുള്ള വാചകങ്ങൾ ജനങ്ങളോട് പറയുകയും മോദിയെ പരാജയപ്പെടുത്താൻ കഴിയും, അതുവരെയും അവരിങ്ങനെ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു നിന്നവർ ഞങ്ങൾ പരാജയപ്പെടുത്താൻ പോവുകയാണ് എന്നുള്ള മട്ടിൽ പറയുകയും എനിക്ക് തോന്നുന്നു അരവിന്ദ് കെജ്രിവാൾ വന്നുകൊണ്ട് പ്രത്യേകം മോദി ഗ്യാരണ്ടിക്ക് ബദലായി ഗ്യാരണ്ടി വെക്കുന്നു. കെജ്രിവാളിന് ഡൽഹിയിൽ അതിന് പ്രയോജനമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ആകെ ഇന്ത്യയിൽ അതൊരു നേട്ടമായി എന്ന് വേണം നമുക്ക് കരുതാൻ. അതെ അതെ, ആത്മവിശ്വാസം വന്നപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തുടങ്ങും. സ്വാഭാവികമാണ്, നേതാക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ജനം കൂടെ നിൽക്കും, ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ആത്മവിശ്വാസം ഉള്ളവരുടെ കൂടെ പോകും ജനം. അതെ, സ്വാഭാവികമായി 6ാം ഘട്ടത്തിലേക്ക് വരുമ്പോഴും ഇന്ത്യ സഖ്യം തന്നെ വലിയ നേട്ടം ഉണ്ടാക്കുകയാണ്. ആ 21 സീറ്റുകളിലേക്ക് അവർ വർദ്ധിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ വെറും 4-5 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു ഘട്ടമാണ്. അവിടെ നിന്നാണ് പിന്നെ 6ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 16 സീറ്റുകൾ അവിടെ അവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു വലിയ ഒരു ആകെ 58 സീറ്റിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരെണ്ണം നീട്ടിവെച്ചതുമായതിൻ്റെ ഭാഗമായാണ് വരുന്നത് അല്ലേ? അത് 58 സീറ്റിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ NDAക്കാണ് കൂടുതൽ സീറ്റുകളെങ്കിലും NDAക്ക് അവിടെ നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത്. 38 സീറ്റുകൾ NDA വിജയിക്കുമ്പോൾ അവിടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2019 അപേക്ഷിച്ച് 8 സീറ്റുകൾ കുറയുന്നു. ഇന്ത്യ സഖ്യം 21 സീറ്റ് നേടുന്നു. കഴിഞ്ഞ തവണ അത് 5 സീറ്റുകൾ മാത്രമായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 16 സീറ്റുകൾ വർദ്ധിക്കുന്നു. ആ വർധനവിൽ വലിയ ഫാക്ടർ ആവുന്നത് അവിടെയും UP തന്നെയാണ്. ഇതാ UP കാണുമ്പോൾ ഭൂരിഭാഗം സീറ്റുകളിലും അവിടെ വിജയിക്കുന്നു സമാജ്വാദി പാർട്ടി. കോൺഗ്രസ് ഒരു സീറ്റിൽ വിജയിക്കുന്നു. BJP ചുരുക്കം സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് BJP 3 സീറ്റുകൾ മാത്രമാണ് ഈ 5ാം ഘട്ടത്തിൽ വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളത്. 6ാം ഘട്ടത്തിൽ 7ാം ഘട്ടത്തിലാണ് പിന്നെ ഏറ്റവും ഫൈനൽ ഫേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പിന്നെ ഒരു ഫൈനൽ ഫേസ് എന്ന നിലയിൽ നോക്കുമ്പോൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പിനെല്ലാം വലിയ നഷ്ടം തന്നെയാണ്. 7ാം ഘട്ടത്തിൽ NDA പക്ഷെ നേട്ടമുണ്ടാക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം 34 സീറ്റ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 15 സീറ്റുകളുടെ വർധനവ് അവിടെ NDAക്ക് നഷ്ടമാണ്. ഇന്ത്യ സഖ്യത്തിന് 15 സീറ്റുകളുടെ വർധനവ് ഉണ്ടാകുന്നു. NDA 10 സീറ്റുകളുടെ കുറവ് അവിടെ സംഭവിക്കുന്നു. അതായത് കഴിഞ്ഞ തവണ 25 സീറ്റുകളാണ് NDAക്ക് ഈ ഘട്ടത്തിൽ BJPക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇത്തവണ NDAക്ക് മാത്രം 20 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യം. ഇന്ത്യ മുന്നണി അവിടെ വലിയ മുന്നേറ്റം നടക്കുന്നു. 15 സീറ്റുകളുടെ വർധനവ് അവിടെ സംഭവിക്കുന്നു. പ്രധാനമായും അതിൽ ഫാക്ടർ ആയിട്ടുള്ളത് പഞ്ചാബ് തന്നെയാണ്. പഞ്ചാബ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കർഷക പ്രക്ഷോഭത്തിന് വേദിയായതാണ്. കഴിഞ്ഞ തവണ 2 സീറ്റ് ഉണ്ടായിരുന്നു. ഗുരുദാസ്പൂരിൽ തുടർച്ചയായി BJP ജയിച്ചു വരുന്നതാണെങ്കിൽ ഇത്തവണ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒറ്റ സീറ്റ് പോലും പഞ്ചാബിൽ നേടാൻ കഴിഞ്ഞില്ല. അവിടെ സ്വതന്ത്രൻ പോലും വിജയിച്ചു. പക്ഷേ BJP വിജയിക്കുന്നില്ല. പക്ഷേ BJPക്ക് അനുകൂലമായ മറ്റ് ഘടകങ്ങൾ ഹിമാചൽ പക്ഷേ BJPക്കൊപ്പം നിൽക്കുന്നതായും ഈ ഭൂപടത്തിൽ കാണാം. അതായത് ഹിമാചൽ ഏതാണ്ട് BJPക്കൊപ്പം തന്നെ പൂർണ്ണമായും നിൽക്കുകയും ചെയ്യുന്നു.